കെ.പി.സി.സി അംഗവും കോൺഗ്രസിന്റെ മാധ്യമ വക്താവുമായ അഡ്വക്കേറ്റ് ജെ.എസ്. അഖിലിനെ കെ.പി.സി.സി മാധ്യമ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി. ചാണ്ടി ഉമ്മനെ പിന്തുണച്ചതിന്റെ പേരിലുള്ള പ്രതികാര നടപടിയെന്ന് അഖിൽ പറയുന്നു. കെ.പി.സി.സി മാധ്യമ വക്താവ് പദവിയിൽ നിന്ന് അഖിലിനെ ഒഴിവാക്കുകയും ചെയ്തു. നൃപൻ ചക്രവർത്തി ടെലിഫോൺ ലൈനിലുണ്ട്. നൃപൻ, ചാണ്ടി ഉമ്മനെ പിന്തുണച്ചതിലുള്ള പ്രതികാര നടപടിയെന്നാണ് അഖിൽ വിശദീകരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ദീപ്തി മേരി വർഗീസാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് അഖിലിനെ പുറത്താക്കിയത് എന്ന് മനസ്സിലാക്കുന്നു. എന്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു നടപടി എന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം വന്നിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല വിനിഷ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസിന്റെ വക്താക്കളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നത് കെ.പി.സി.സിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ദീപ്തി മേരി വർഗീസ് ആണ്. അവരാണ് ആ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ ജെ.എസ്. അഖിലിനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. മാത്രമല്ല, മാധ്യമ വിഭാഗത്തിന്റെ വക്താക്കളുടെ സ്ഥാനത്ത് നിന്നും ജെ.എസ്. അഖിലിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അഖിലിന്റെ വിശദീകരണം ഈ ഘട്ടത്തിൽ അഖിൽ പറയുന്നത് ചാണ്ടി ഉമ്മനെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പരസ്യ പ്രതികരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര വിഷയങ്ങൾ, സംഘടനാ പുനഃസംഘടന, ഒരു വിഭാഗം നേതാക്കളെ മാറ്റി നിർത്തുന്നു, ഒപ്പം തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രത്യേക ചുമതല നൽകിയില്ല തുടങ്ങിയ പരാമർശങ്ങളൊക്കെ തന്നെ ചാണ്ടി ഉമ്മൻ നടത്തിയിരുന്നു. അതിനെ തുടർന്നുള്ള ചർച്ചകളിലൊക്കെ തന്നെ ചാണ്ടി ഉമ്മനെ പരസ്യമായി പിന്തുണച്ച ഒരു നേതാവ് കൂടിയാണ് ജെ.എസ്. അഖിൽ. ജെ.എസ്. അഖിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, ദേശീയ കോർഡിനേറ്റർ ആയിരുന്നു. അതിന്റെ ഭാഗമായി ചാണ്ടി ഉമ്മനെ പരസ്യമായി പിന്തുണച്ചു. അത് ചാണ്ടി ഉമ്മന്റെ മാത്രം അഭിപ്രായമല്ല, യുവാക്കൾക്ക് ആകെ തന്നെ ഇത്തരത്തിൽ പരിഗണിക്കപ്പെടാത്ത നേതാക്കളെ സംബന്ധിച്ചുള്ള അഭിപ്രായമാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് എന്ന നിലപാടാണ് ജെ.എസ്. അഖിൽ എടുത്തത്. ജെ.എസ്. അഖിൽ മാത്രമല്ല അദ്ദേഹം ചില മാധ്യമങ്ങളിൽ ചർച്ചയിലും ചാണ്ടി ഉമ്മൻ നടത്തിയ ഈ പരാമർശങ്ങളെ സംബന്ധിച്ച വിശദീകരണം നടത്തിയ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇതിനെ തുടർന്നാണ് ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ മാധ്യമ ഗ്രൂപ്പിൽ നിന്ന് ഔദ്യോഗികമായി ആ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. പ്രതികാര നടപടി ആണ് എന്നതാണ് ജെ.എസ്. അഖിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ കെ.പി.സി.സി ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ദീപ്തി മേരി വർഗീസ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല. അവരുമായി അംഗീകാരമില്ലാതെ ജെ.എസ്. അഖിൽ പങ്കെടുത്തു. അതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയതും ഒപ്പം തന്നെ വക്താവ് പദവിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിശദീകരണം. വിനിഷ, നൃപൻ, നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാലക്കാട് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ കോൺഗ്രസിനകത്തുണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ, യൂത്ത് കോൺഗ്രസിനകത്തുണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ, അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ വിധേയമായിരുന്നു. ഏറ്റവും ഒടുവിലായി ചാണ്ടി ഉമ്മൻ പരസ്യ വിമർശനവുമായി വരുന്നു. തനിക്ക് പാലക്കാട് തന്നെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല, തനിക്കൊരു ചുമതലയും നൽകിയിരുന്നില്ല എന്ന് ചാണ്ടി ഉമ്മൻ പരസ്യമായി പറയുന്നു. അത് ചാണ്ടി ഉമ്മൻ്റെ വ്യക്തിപരമായ കാര്യമെന്ന് മാത്രം വി.ഡി. സതീശൻ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. കെ.പി.സി.സി അതിൽ ഇടപെട്ടുകൊള്ളും, താൻ ഇടപെടേണ്ട കാര്യമില്ല എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ ഇതാ ചാണ്ടി ഉമ്മനെ പിന്തുണച്ചു എന്നതിൻ്റെ പേരിലാണ് അഖിലിനെ പുറത്താക്കുന്നത്. രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കൂടുതൽ ഇത് വെറും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരു എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിലുള്ള ഒരു നടപടി എന്ന നിലയ്ക്ക് മാത്രം ഇതിനെ വായിച്ചു പോകേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നൃപൻ, തീർച്ചയായും അത് തന്നെയാണ് വിനിഷ പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസിലെ സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഉടലെടുത്ത ചില പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, വി.ഡി. സതീശൻ, ഷാഫി പറമ്പിൽ കോക്കസിനെതിരെ പരസ്യമായ നിലപാട് പരസ്യമായി രഹസ്യമായും പല ഘട്ടങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ള നേതാക്കളാണ്. അന്നു മുതൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലശേഷം ഉമ്മൻചാണ്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വിഭാഗം നേതാക്കളെ പൂർണ്ണമായി പരിഗണിക്കാതെ മാറ്റി നിർത്തുന്നു. പുതിയ നേതൃത്വം വന്ന ശേഷം ഈ കാര്യങ്ങളിൽ വി.ഡി. സതീശനൊപ്പം ചേർന്ന് എ ഗ്രൂപ്പ് വിട്ട് ഈ ഉമ്മൻചാണ്ടി വിഭാഗത്തെ തള്ളിപ്പറഞ്ഞ് വി.ഡി. സതീശനൊപ്പം ചേർന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ അംഗീകാരങ്ങൾ ലഭിക്കുന്നത്. ജെ.എസ്. അഖിലും ഒപ്പം തന്നെ നസൂറിനെ പോലുള്ള നേതാക്കൾ, ഷാനിബ്, പാർട്ടി വിട്ട് പുറത്തു വന്ന ഷാനിബിനെ പോലുള്ള നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ അതൃപ്തരായിട്ടുള്ള നേതാക്കളാണ്. കെ.എസ്.യു രംഗത്ത് നിന്നും യൂത്ത് കോൺഗ്രസ് രംഗത്ത് നിന്നും പോയി പക്ഷെ പുതിയ പദവികളിൽ എത്താത്ത ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ പുറത്തുണ്ട്. അവരൊക്കെയാണ് ഉമ്മൻചാണ്ടിക്ക് ഒപ്പം നടന്നവർ. അവരെയൊന്നും പരിഗണിക്കുന്നില്ല എന്ന വികാരമാണ് ചാണ്ടി ഉമ്മനുള്ളത്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്യമായി രേഖപ്പെടുത്തിയത്. അതിനെ പിന്തുണച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ജെ.എസ്. അഖിലിനെ ഇപ്പോൾ മാധ്യമവിഭാഗം ഗ്രൂപ്പിൽ നിന്ന് ദീപ്തി മേരി വർഗീസ് ഒഴിവാക്കിയിട്ടുള്ളത്. കെ.പി.സി.സി ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായ വിശദീകരണം നൽകിയിട്ടില്ല. കെ.പി.സി.സി അംഗം കൂടിയാണ് ജെ.എസ്. അഖിൽ. വിനിഷ, നൃപൻ, വേറെ എന്തെങ്കിലും പ്രശ്നം ഇവർക്കിടയിൽ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അഖിലിനെ മാധ്യമ വക്താവ് പദവിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് അടിക്കുക മാത്രമല്ല ചെയ്തത്, മാധ്യമ
വക്താവ് എന്നുള്ള സ്ഥാനത്ത് നിന്നും JS അഖിലിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് തീർത്തും ദീപ്തി മേരി വർഗീസ് വ്യക്തിപരമായി എടുത്ത ഒരു നടപടി ആയിരിക്കില്ല. KPCC നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയായിരിക്കണം ഇത്തരത്തിൽ മാധ്യമ വക്താവ് സ്ഥാനത്ത് നിന്ന് അടക്കം മാറ്റുന്ന ഒരു നടപടിയിലേക്ക് അവർ കടന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും KPCC നേതൃത്വത്തിന്റെ അറിവോടെ തന്നെ ആകണം. തീർച്ചയായും വിനിഷ, കാരണം ഇപ്പോൾ ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആൾക്കാരെ ചർച്ചയ്ക്ക് വിടുന്നവരെ മാധ്യമ വിഭാഗം അവരുടെ മാധ്യമ ഗ്രൂപ്പിലുള്ളവരെ നിയന്ത്രിച്ച് അവരാരാണ് ചർച്ചയിൽ വിവിധ സ്ഥാപനങ്ങളിൽ പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിന്റെ ചുമതല വഹിക്കുന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസ് ആണ്. അവർ ഈ പദവിയിൽ നിന്ന് അവരെ JS അഖിലിനെ സ്വാഭാവികമായി ഒഴിവാക്കുമ്പോൾ അതിന് മറ്റു കാരണങ്ങളൊന്നുമില്ല. ഒറ്റ കാരണം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിവാദം, ചാണ്ടിയുമായി നടത്തിയ പരസ്യ പ്രതികരണം. ആ പ്രതികരണത്തെ തുടർന്ന് വിവിധ മാധ്യമങ്ങളെല്ലാം തന്നെ അന്ന് രാത്രി 8 മണി ചർച്ചയിൽ ഈ വിഷയമാണ് എടുത്തിരുന്നത്. ആ ചർച്ചയിൽ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ഭാരവാഹികളായ ചാണ്ടി ഉമ്മനൊപ്പം നിൽക്കുന്ന അതേ നിലപാട് സ്വീകരിക്കുന്ന നേതാക്കളെല്ലാം ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അതിൽ ഒരു മാധ്യമത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്തത് JS അഖിലാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തവരിൽ ഈ മീഡിയ ഗ്രൂപ്പിലുള്ള വക്താക്കളുടെ ഗ്രൂപ്പിലുള്ള ഒരേ ഒരാൾ JS അഖിൽ മാത്രമാണ്. അതുകൊണ്ടാണ് JS അഖിലിനെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയത് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് ദീപ്തി മേരി വർഗീസ് മറ്റ് വിശദാംശങ്ങൾ നൽകുന്നില്ല എങ്കിലും പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ മാധ്യമ വിഭാഗം ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ള മറ്റു കാരണങ്ങൾ JS അഖിലും ദീപ്തി മേരി വർഗീസുമായി ഇപ്പോഴില്ല. കാരണം ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ കോൺഗ്രസിന്റെ KPCCയുടെ സംഘടന ജനറൽ സെക്രട്ടറിയാണ്, KPCC ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ JS അഖിൽ KPCC അംഗമാണ്, മാധ്യമ വിഭാഗത്തിലെ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളാണ്, വക്താവുമാണ്. ഈ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് പുറത്താക്കാനുള്ള കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിനിഷ്ട, ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി KPCC നേതൃത്വം അവരുടെ അഭിപ്രായം വിശദമാക്കേണ്ടതുണ്ട്. കാരണം KPCC പ്രസിഡന്റോ മറ്റു നേതാക്കളൊക്കെ ഇത് അഭിപ്രായം പറയേണ്ടി വരും. ആ കാര്യങ്ങളിലുള്ള വിശദീകരണം ലഭിച്ചാൽ മാത്രമേ ഇത് ലീഡർഷിപ്പ് അറിഞ്ഞിട്ടുണ്ടോ, ഒപ്പം തന്നെ KPCC പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണോ അഖിലിനെ പുറത്താക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകൂ. വിനിഷ. ശരി, നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. KPCC അംഗവും കോൺഗ്രസിന്റെ മാധ്യമ വക്താവുമായ അഡ്വക്കേറ്റ് JS അഖിലിനെ KPCC മാധ്യമ വക്താക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആക്കിയിരിക്കുന്നു. മാധ്യമ വക്താവ് സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു. ഈ നടപടി ദീപ്തി മേരി വർഗീസ് ആണ്. KPCC ദീപ്തി മേരി വർഗീസ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ചത്. ചാണ്ടി ഉമ്മനെ പിന്തുണച്ചതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു പ്രതികാര നടപടി എന്നാണ് അഡ്വക്കേറ്റ് JS അഖിലിന്റെ വിശദീകരണം വന്നത്. നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.